എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സമയം എത്രയായി എന്ന് ചോദിക്കുകയാണ്. നാരായണേട്ട സമയം എത്രയായി എന്ന് ചോദിക്കുകയാണ്. അപ്പം നാരായണേട്ടൻ എന്നോട് ഇപ്പം വാച്ച് നോക്കിയിട്ട് പറയൂ അല്ലേ, 8:20 എന്ന് പറയും. നാരായണൻ എന്ത് പറയാം? എന്തും കൂടെ പറയാം. നാരായണൻ എന്നോട് ലേശം ദേഷ്യമുണ്ട്. അപ്പം എന്ത് പറയും? സമയം എത്രയെന്ന് ചോദിക്കുമ്പോൾ പറയണമെന്നില്ലല്ലോ. കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ ആണെങ്കിൽ നാരായണന് പറയാം അത് 8:20 സുജാത 8:20 എന്ന് പറയാം. ഇതൊന്നല്ല, നാരായണൻ എന്നോട് ലേശം ദേഷ്യമുണ്ട്. അപ്പം നാരായണൻ എന്താ പറയാം? ഒന്നിക്ക് പറയും എൻ്റെ വാച്ച് നടക്കുന്നില്ല അല്ലേ, അങ്ങനല്ലേ പറയാ, എൻ്റെ വാച്ച് നടക്കുന്നില്ല എന്ന് പറയും. അല്ലെങ്കിൽ എന്താ പറയാ? വീട്ടിൽ പോയി നോക്ക്, ക്ലോക്ക് അവിടെ ഉണ്ടാവും. ഇതും പറയാം അല്ലേ. നമ്മുടെ സംഭാഷണം, നമ്മുടെ പറച്ചിലുകൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ആലോചിച്ച് നോക്കുക. അത് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ ആണോ അല്ല, ഇടയ്ക്ക് വെച്ചിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ട്രാൻസാക്ഷൻ ആണോ എന്ന്. നമ്മുടെ മക്കളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മക്കളോട്, ടീനേജിലെ മക്കളോട് നമ്മൾ പറയും, പോയി പാല് മേടിച്ചിട്ട് വാന്നല്ലേ പറയൂലേ. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. മോനെ നീ പോയി പാല് മേടിച്ചിട്ട് വാന്ന് പറയും. അത് മോനെ എന്ന് വിളിച്ചാലും എടാന്ന് വിളിച്ചാലും എന്തായാലും പറയുന്നത് എന്താണ്? പാല് മേടിച്ചിട്ട് വാന്ന് പറയും. അപ്പം എന്താ പറയുക കുഞ്ഞ്? ഒരു 15 വയസ്സായ കുഞ്ഞാന്ന് എന്താ പറയുക? അതന്നെ പറയും, പോയി പണിയെടുക്കുക അല്ലേ, അങ്ങനല്ലേ പറയാ. അങ്ങനെ ഇപ്പോൾ ചായ കുടിക്കണ്ട, എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട പറയും. ആണല്ലോ. എന്താ കുഞ്ഞ് അങ്ങനെ പറയാൻ കാരണം? കുഞ്ഞങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. കാരണം എന്താണ്? നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നീ പോയി ചായ മേടിച്ചിട്ട് വാന്ന് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിന്റെ അച്ഛനാണ്, നിന്റെ അമ്മയാണ്, അതുകൊണ്ട് നീ എന്നെ അനുസരിക്കണം. 15 വയസ്സായ കുഞ്ഞുങ്ങളെ അനുസരിക്കുമോ? അനുസരിക്കൂല. അനുസരിക്കേണ്ട പ്രായമല്ല അത്. അതുകൊണ്ട് പറയുമ്പോൾ നമ്മൾ വളരെ വിനീതരായിട്ട് മക്കളോട് എന്ത് പറയേണ്ടി വരും? എന്നാൽ എങ്ങനെയാ പറയുക? അപ്പോൾ അന്നാലും കേൾക്കൂല. മോനെ ഒന്ന് വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതും പറയില്ല, എന്നാലും കേൾക്കൂല. അതാണ് ഇവൻ പറയുന്നത്. പാല് മേടിച്ചിട്ട് വന്നാല് ഗെയിം കളിക്കാൻ വിടും. അങ്ങനെ നീ പാല് മേടിച്ചിട്ട് വരണ്ട, ഗെയിം കളിച്ചിട്ട്. പാല് മേടിച്ചിട്ട് വന്നാൽ ഗെയിം കളിക്കാൻ വിടുന്നു. എൻ്റെ അമ്മ പറയലുണ്ട് അല്ലേ. നീ ആക്കിയത്. അതിലൊരു കാര്യമുണ്ട്. കാരണം എന്ത് ചെയ്യുന്നതിന് എന്ത് വേണം? ഒരു ട്രോഫി കൊടുക്കണം അല്ലേ. അപ്പോൾ നടക്കുമോ? അത് നടക്കുവാ? എല്ലാ കാലവും എനിക്കിങ്ങനെ തരേണ്ടി വരൂലേ? നടക്കൂല കേട്ടാ, അതൊന്നും തരാനാവില്ല. അതല്ലാതെ എങ്ങനെയാ പറയുക? നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ചായ കുടിക്കാൻ എങ്ങനെയാ വിളിക്കുക? പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ചായ കുടിക്കണം തോന്നുമ്പോൾ എങ്ങനെ വിളിക്കുക സുഹൃത്തിനെ? അല്ലേ, നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഇങ്ങനെയല്ലേ വിളിക്കുക? ഇങ്ങനെയല്ലേ വിളിക്കുള്ളൂ. എടാ നമുക്ക് പോയിട്ട് ഒരു ചായ കുടിച്ചാലോ? ഇങ്ങനെയല്ലേ? സജഷനാണ് അല്ലേ, സജഷനല്ലേ. 15 വയസ്സായ 12 വയസ്സായ 13 വയസ്സായ കുഞ്ഞിനോട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കമാൻഡ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സജഷൻ വേണ്ടേ? കാരണം അവനെ ഈക്വലായിട്ട് കണ്ടിട്ട് അവനെ പരിഗണിച്ചിട്ട് പറഞ്ഞാൽ മാത്രമേ. ഫ്രണ്ട്സിനെ നമ്മൾ ഈക്വലായിട്ടല്ലേ കാണുള്ളൂ, അത്രല്ലേ കാണുള്ളൂ. അപ്പോൾ അവരോട് നമ്മൾ എന്താ പറയാ? നമുക്കൊരു ചായ കുടിക്കാം അല്ലേ, ഇല്ലേ പറയാ? നീ എൻ്റെ കൂടെ വാ, ചായ കുടിക്കാം എന്ന് പറയുമോ? ഇല്ല, നമുക്കൊരു ചായ കുടിക്കാം അല്ലേ, സജഷനാണ്. അപ്പോൾ ജീവിതത്തിൽ അത് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും മക്കളോടായാലും ആരോടായാലും നമ്മുടെ ഭാഷ എങ്ങനെയാവണം? സജഷൻ അല്ലേ. സജഷന്റെ ഭാഷ നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. പറ്റുമോ? പറ്റുമോ? നമ്മുടെ ഉള്ളിലുള്ള കുറേ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കൈവച്ചതുപോലെ മാറ്റിയെടുക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാനൊരു NLPR ആണ്. ഒരു NLPRയെ സംബന്ധിച്ചിടത്തോളം ശ്രമിക്കുക എന്ന വാക്കില്ല. NLPR വിശ്വസിക്കുന്നത് ശ്രമിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യില്ല എന്നാണ് അല്ലേ. ഞാനത് ശ്രമിക്കാം എന്ന് പറഞ്ഞാലോ? മക്കളെ രാവിലെ 5 മണിക്ക് എണീക്കണേ, ടീച്ചറെ നോക്കാം എന്ന് പറഞ്ഞാലോ? അപ്പം ഞാൻ എണീക്കൂല, ഉറപ്പല്ലേ ടീച്ചറെ? എണീക്കൂലല്ല, ഉറപ്പാണ്. ഞാൻ എണീക്കും, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാലോ? ഉറപ്പാണ്.
അപ്പൊ നമ്മുടെ ഭാഷയിലും എന്ത് വേണം? ഭാഷ ഒരു വലിയ ഘടകമാണ് കേട്ടോ. കൗ എന്ന് പറയുന്ന സാധാരണ ചോയ്സ് ഓഫ് വേർഡ്സ്, നമ്മൾ ചൂസ് ചെയ്യുന്ന വാക്കുകളുണ്ട്. ആ വാക്കുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ, അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഒരു 5 മിനിറ്റ് നമ്മൾ പരസ്പരം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്. അയാൾ ചൂസ് ചെയ്യുന്ന വാക്കുകൾ, അല്ലേ, സെലക്ട് ചെയ്യുന്ന വാക്കുകൾ. നമ്മൾ സമയമുണ്ടോ ശശിയേട്ടാ? ആയി, ഓക്കെ. അപ്പോൾ ലൈഫ് സ്റ്റേജസ് ഉണ്ട് നമുക്ക്. ലൈഫ് സ്റ്റേജസ് അല്ല, എന്താ പറയുക, നമ്മൾ ഞാൻ ഓക്കെ ആണ്, നീ ഓക്കെ അല്ല എന്നൊക്കെ പറയുന്ന കുറേ കാഴ്ചപ്പാടുകളുണ്ട്. അതിലേക്കെല്ലാം പോയാൽ സമയം ഒരുപാട് വേണം, അതൊന്നും പറയുന്നില്ല. എന്നാലും നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭാഷ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ അതിൻ്റെ ടോണ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. സന്തോഷമല്ലോ എപ്പോഴോ എവിടെയോ നഷ്ടപ്പെട്ടു പോയി നമ്മൾ പറഞ്ഞില്ലേ? ഇത് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി നമുക്ക് എന്ത് തിരിച്ചു കിട്ടും? മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കാനൊന്നും അല്ല കേട്ടോ സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ മുന്നിൽ ചിരിച്ചു കാണിക്കാനുള്ള ഒരു സാധനമേ അല്ലല്ലോ. സന്തോഷം പുറത്തുനിന്ന് കിട്ടേണ്ടതൊന്നുമല്ല. എൻ്റെ ഭർത്താവ് എന്നോട് മിണ്ടിയില്ലെങ്കിൽ, എൻ്റെ സഹോദരൻ എന്നോട് ചിരിച്ചില്ലെങ്കിൽ, എൻ്റെ സഹപ്രവർത്തക എന്നോട് മിണ്ടിയില്ലെങ്കിൽ എനിക്ക് സന്തോഷം വന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരാണല്ലോ. സന്തോഷം എവിടുന്നാണ് വരേണ്ടത്? എൻ്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, അല്ലേ? അപ്പൊ എൻ്റെ ഉള്ളിൽ നിന്നും സന്തോഷം വരണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ഉള്ളിലെ കുറേ സാധനങ്ങളെ ഞാൻ പരിശോധിക്കേണ്ടതുണ്ട്. എൻ്റെ വർത്തമാനത്തെ ഞാൻ പരിശോധിക്കേണ്ടതുണ്ട്, വേണ്ടേ? വർത്തമാനം എന്ന് പറയുന്നത് വെറുതെ വാക്കുകൾ മാത്രമൊന്നുമല്ല, അതിൻ്റെ ടോണുണ്ട്, ഇല്ലേ? ഞാൻ ഒരാളെ കൊച്ചാക്കി പറയുകയാണോ? അയാൾക്ക് ഞാൻ പറയുമ്പോൾ വേദന ഉണ്ടാക്കുന്നുണ്ടോ? അയാൾ ഞാനിങ്ങനെ, ചിലർ നമ്മളിങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി വർത്താനം പറയൂലേ? പറയില്ലേ? നമ്മളൊക്കെ ചെയ്യുന്നതല്ലേ? ചിലരിങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ നാരായണേട്ടനെ വഴിയിൽ കാണും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ നാരായണേട്ടൻ, ഒട്ടും ഇഷ്ടമല്ല. ഞാൻ കാണുന്നുണ്ട് കേട്ടോ നാരായണേട്ടൻ വരുന്നത്. ഞാൻ എന്ത് ചെയ്യും? ഞാനിങ്ങനെ നേരെ നടന്നുപോയി. പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ടതുപോലെ നിന്നിട്ട് അവിടെ നിന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് നാരായണേട്ടൻ ചോദിക്കും, നാരായണേട്ടാ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ എന്ന് പറയും. ഇങ്ങനെ രണ്ടുപേര് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അവരുടെ റിലേഷൻഷിപ്പ് എന്തല്ല, ഇറ്റ്സ് നോട്ട് ഗുഡ്. എന്തോ ഒരു ഇഷ്ടക്കേട് അവർ തമ്മിൽ ഉണ്ട്. രണ്ടുപേര് സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ, ഒരു ഹോട്ടലിൽ കയറിയിട്ട് ആളുകൾ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അവരുടെ റിലേഷൻഷിപ്പിന്റെ ബോണ്ട് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. വെരി സിമ്പിൾ. ഇത് നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മൾ പഠിക്കണം, നമ്മുടെ വീട്ടിൽ നമ്മളത് ഉപയോഗിക്കണം, വേണ്ടേ? ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ വർത്തമാനങ്ങളൊക്കെ എന്തായി മാറുള്ളൂ? നല്ലതായിട്ട് മാറുകയുള്ളൂ. നമ്മുടെ സമയം ഇല്ല, അതുകൊണ്ട് നിർത്താൻ പോവുകയാണ്. എനിക്ക് നിങ്ങളോട് ഭയങ്കര പരാതിയുണ്ട് കേട്ടോ. എന്താ അറിയോ, വർത്തമാനം എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ മാത്രം പറയുകയും നിങ്ങളാരും, അതാണ് ആകെ പറഞ്ഞിരുന്നായിട്ട്, വേറെ ആരും പറഞ്ഞില്ല. സമാധാനത്തിന് വർത്തമാനം നിങ്ങൾ പറയാതിരിക്കുകയും ചെയ്ത് നമുക്ക് എപ്പോഴെങ്കിലും ബാക്കി പറയാം, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലീൻ ടീച്ചർ എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ ബോറടിച്ചു അല്ലേ? ബോറടിച്ചിട്ടില്ലേ? ബോറടിച്ചിട്ടില്ലേ? ഇനി ഒറ്റ സാധനം അത് തന്നാലും ഇത് ചെയ്യൂലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം എന്ത് ചെയ്യണം? ഇത് തരാം, ഇതെനിക്ക് മുട്ടായി തരാം, വാങ്ങാൻ വേണ്ടി പൈസ തരാം, പീടെ പോകുമെന്ന് ചോദിച്ചാൽ അമ്മയോട് എന്ത് പറയണം? എന്താ പറയാ? എന്താ പറയാ? ആ മുട്ടായി എനിക്ക് വേണ്ടെന്ന് പറയണം. പറയോ? അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാ? ദൈവത്തിന്. അപ്പോൾ എല്ലാവർക്കും നന്ദി കേട്ടോ, ഇത്രയും സമയം ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചതിന്. താങ്ക് യു.